എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് വെള്ളം ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. കണ്ടോ, ഇപ്പോൾ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയെല്ലാം ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ, എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ കുറച്ചധികം നേരം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഞാനൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, അതിൻ്റെ തന്നെ അമ്മിണി കൊഴുക്കട്ടാണ് കേട്ടോ ഇതിന് പറയുക. അങ്ങനെ നമ്മൾ ചെറിയ വലുപ്പത്തിലല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ചെറിയൊരു ഷേപ്പിൽ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കണ്ടോ, ഞാനപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അങ്ങനെ ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ബോൾസില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ബോൾസ് എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പലഹാരത്തിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൗഡർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കുക. ചൂട് പോയതിന് ശേഷം നമുക്കിത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യായാലും വെളിച്ചെണ്ണയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു 20 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നൈസായിട്ടൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ സവാളയൊക്കെ എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുത്തിട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ ഒരു 5 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് ഫ്രൈ ആവരുത് കേട്ടോ. ഇതിങ്ങനെ സോഫ്റ്റായിട്ട് വന്നിട്ട് ഒരു ഗോൾഡൻ കളർ ആവില്ലേ, അതേ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുവരെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ചേർത്ത് കൊടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊഴുക്കട്ട റെഡിയാക്കി എടുത്തപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തുള്ള കടലപ്പരിപ്പിൻ്റെ ഉഴുന്നിൻ്റെയൊക്കെ ആ പൗഡറില്ലേ അതോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആ കടലപ്പരിപ്പും ആ ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ള ആ പൗഡറിനൊരു പ്രത്യേകമാണ് രുചിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ കൊഴുക്കട്ടയില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും നല്ലതുപോലെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ആ ചെറിയുള്ളി വഴറ്റിയതും അതുപോലെ തന്നെ ആ പൗഡറൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഒരു പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ളൊരു പലഹാരമാണ്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ നാട്ടിൽ നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.